ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ സാബിത്ത് SMG വ്ളോഗ് വാട്സപ്പ് ഗ്രൂപ്പിലെ SMG കൂട്ടായ്മയുടെ ഒരു ഒത്തുചേരലാണ്. അതിൽപ്പെട്ട പ്രധാന മെമ്പർമാർ സൽക്കാര റെസ്റ്റോറൻറ്റ് കോട്ടക്കൽ, ചങ്കുവട്ടി കോട്ടക്കൽ വെച്ച് നടന്ന ആ ഒരു ഫംഗ്ഷൻ്റെ വീഡിയോ ഒക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഗ്രൂപ്പ് അഡ്മിന്മാരായിട്ടുള്ള അഷ്റഫുക്ക, സാജി, ഞങ്ങളൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മുടെ മെമ്പർമാർ, വാട്സപ്പ് ഗ്രൂപ്പിലെ ആക്റ്റീവുള്ള പ്രധാനപ്പെട്ട മെമ്പർമാരും കുറഞ്ഞ ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി കുറഞ്ഞ ആളുകളും വരാനുണ്ട്. അപ്പോൾ നമ്മൾ പരിപാടി നടക്കുന്ന ആ ഒരു ഹാളൊന്ന് കാണിക്കാം. അപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ മെമ്പർമാർ, സജീവമായിട്ടുള്ള ഗ്രൂപ്പിലെ ആക്റ്റീവുള്ള മെമ്പർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എത്താനുള്ളത് നമ്മുടെ അതിഥികളായിട്ടുള്ള SFAയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് ബാവാക്ക. അപ്പോൾ അദ്ദേഹം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ നമ്മൾ കാണുന്നത്. മുൻ കേരള സന്തോഷ് ട്രോഫി താരവും അഖിലേന്ത്യയിലൊക്കെ നല്ല മത്സരം കാഴ്ചവെച്ച ബഹുമാന്യ സുബൈർക്കയാണ് നമ്മുടെ അതിഥിയായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ മെമ്പർമാർ, ഗ്രൂപ്പിലെ മെമ്പർമാരുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി സുബൈർക്കയും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികൾ ആരംഭിക്കും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഫുട്ബോളിൻ്റെ ലൈവുമായി ബന്ധപ്പെട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിലൊരുപാട് ഫുട്ബോൾ സുഹൃത്തുക്കളുണ്ട്, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ. അപ്പോൾ അവരോടൊക്കെ ചർച്ചയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ ഒരു സൽക്കാര റെസ്റ്റോറൻറ്റിൽ വെച്ചുള്ള ഒരു കൂട്ടായ്മയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സുബൈർക്ക എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. നമ്മൾ പറഞ്ഞ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ചർച്ച ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞു. ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഏതായാലും SMG കൂട്ടായ്മയുടെ പരിപാടി ആരംഭിക്കുകയാണ്. ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് മുസ്തഫാക്ക. അതുപോലെ ഇതിൻ്റെ സ്വാഗത പ്രസംഗം നടത്തുന്നത് നമ്മുടെ SMG വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിൻ അഷ്റഫ് ഖ, അതുപോലെ അഡ്മിൻ സാജി, എല്ലാവരുടെയും നേതൃത്വത്തിലാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. കൂട്ടായ്മയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യ SFAയുടെ സെക്രട്ടറി അഷ്റഫ് ബാവാക്കയാണ്. സ്വാഗത പ്രസംഗം കഴിഞ്ഞാലുടൻ നമ്മുടെ ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ കുറഞ്ഞ നേരം ഇവിടെ നിന്ന് അങ്ങോട്ട് തുടക്കം മുതൽ ലാസ്റ്റ് ഉള്ള പ്രധാന കുറഞ്ഞ ഭാഗങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ച് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. എൻ്റെ പ്രിയ സുഹൃത്തും നിരവധി ഫുട്ബോൾ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത സുബൈർ തുടങ്ങി ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട വിവിധ ഗ്രൂപ്പുകളുടെ ആരാധകർ എല്ലാവരെയും ആർദ്രവുമായി സ്നേഹവും ബഹുമാനവും അറിയിക്കുന്നു. നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പക്ഷെ ഇതിൻ്റെ ഒരു ശരിയായ വശം എന്താ വെച്ചാൽ ഒരു കുടുംബമാണെങ്കിലും വിവിധ ടീമുകളുടെ ഫാനുകളാണ്. അതാണ് ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അപ്പോൾ പരസ്പരം നമ്മളൊരു കുടുംബത്തിൽ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നമ്മൾ സംവദിക്കേണ്ട അടിപിടികളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥതാക്കിയിട്ടുള്ള ഒരു സംഭവം നമ്മുടെ ഗ്രൂപ്പിൽ. സത്യം പറഞ്ഞാൽ സുബൈറോടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ കളിക്കുന്ന കാലത്ത് ഈ ലെഫ്റ്റിന് അടിക്കുന്ന ഒരു ഇതായിട്ടൊന്നും നമുക്ക് ഓർമ്മയില്ല. ഞാൻ വലിയ കച്ചറ കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ പിന്നെ ഇങ്ങളിപ്പോൾ കാണുന്ന ഭാഗത്തൊന്നല്ല അങ്ങനത്തെ ഭാഗം. ഞാൻ ഉദ്ദേശിച്ച ആ ഫൗളിൽ അല്ലെങ്കിൽ വളരെ ടഫായിട്ട് ആദ്യകാല ഫുട്ബോളിനെ കുറിച്ചും അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കളികളുടെ ഓരോരോ വിഷയങ്ങളും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രതിപാദിച്ചു. ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇനി SMG കൂട്ടായ്മയിലെ പരിപാടിക്ക് എത്തിയവരുടെ പരിചയപ്പെടുത്തലാണ്. ഞാൻ ഫിഫ മഞ്ചേരിന്റെ ഒരു ഫാനാണ്. എന്റെ പേര് ഷാജഹാനാണ്. ഇടവണ്ണപ്പാറ ഓമാനയിലാണ് എന്റെ വീട്. സ്ഥലം തിരുരങ്ങാടി കക്കാട്. സ്ഥാപനം ഞാനൊരു മൊബൈൽ ഷോപ്പായിരുന്നു ആദ്യം. പിന്നെ ഞാനൊരു സ്റ്റൗവിൻ്റെ സർവീസായി. അതിൻ്റെ ശേഷം നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. അങ്ങനെ നമ്മളെ ക്യാമറമാൻ സിനാദ് രണ്ടാളുണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ ഒരേ നേരം 2 ലൈവ് ചെയ്യലുണ്ട്. അപ്പോൾ 2 വാക്കും ഇവിടെ ഉണ്ട്. നമ്മുടെ അടുത്ത സ്ഥാപനം അധികമൊന്നുമില്ലാത്ത കോഴിക്കോട്
നമ്പ്രോദയ വൈദ്യശാല. ഞാൻ പഴയകാലം മുതൽ തന്നെ സൂപ്പർ സ്റ്റുഡിയോ ആ പേരാണ് എല്ലാവർക്കും അറിയാം. എൻ്റെ പേര് സിറാജ് മുഹമ്മദ്. എൻ്റെ ടീം അൽമദീന ചെറുപ്പശ്ശേരിയാണ്. ഞാൻ വർക്ക് ചെയ്യണത് INDSൻ്റെ ഒരു ചുമട്ടുകാരാണ്. എൻ്റെ പേര് ഉബൈദ്, കോട്ടക്ക പുത്തൂര്. ചെറുപ്പം മുതലാണ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തൂര്. എൻ്റെ പേര് ബഷീർ, പറപ്പൂര് വട്ടപ്പറമ്പ്. എൻ്റെ അവിടെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാളാണ്. ഞാൻ ഗ്രൂപ്പിൽ എപ്പോഴും വരുന്നുണ്ട്. പല ടീം സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറമാണ്. എൻ്റെ പേര് മുജീബ് റഹ്മാൻ. എൻ്റെ സ്വദേശം പടപ്പറമ്പാണ്. പടപ്പറമ്പ് തെറ്റിപ്പറമ്പ് ഷോപ്പാണ്, ആരുടെ ഷോപ്പ്. പിന്നെ ഞാൻ സൂപ്പറിൻ്റെ ഫാനാണ്. അങ്ങനെ എൻ്റെ പേര് ഹൈബർ, സമകലം ഇടക്കാവറം പറഞ്ഞത് ഇഫന്റെ കട്ടയാണ്. എൻ്റെ പേര് വാസു, ജോറാണ്. ഞാൻ ബാവാക്ക തിരുവരങ്ങാടി കളിക്കുന്ന മുതൽ ഞാനിപ്പോൾ മൊബൈൽ ടെക്നീഷ്യനായി പറഞ്ഞു. ഇവിടെ ബാലസാമാണ്. ഞാൻ ഗ്രൂപ്പിലൊന്നും വരുന്നില്ല, എല്ലാവരും പരിചയപ്പെട്ടില്ല. എൻ്റെ ടീം സുരക്ഷിതയാണ്. വർക്ക് ചെയ്യണ കാര്യമാണ്. ഇവൻ്റെ രണ്ടാൾക്കാർ മതി. വർക്ക് ചെയ്യേണ്ടത് സ്റ്റുഡിയോ മലപ്പുറത്തിൻ്റെ ആരാധകനാണ്. എൻ്റെ പേര് എൻ്റെ പേര് മുഹമ്മദ് റാഫി, പുറത്തൂര്. സൂപ്പർ സ്റ്റുഡിയോ. ഞാൻ സുബൈറിന്റെ സുഹൃത്താണ്. പക്ഷേ ഞാൻ നല്ലൊരു പ്രേക്ഷകനാണ്. എൻ്റെ ടീം എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ പേര് നാസർ പറപ്പൂര്. ഇനി നമ്മുടെ അതിഥിയായിട്ടുള്ള നമ്മുടെ സുബൈറക്കയുടെ പ്രസംഗമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കൂടി കുറഞ്ഞൊരു ഭാഗം കൂടി നമുക്ക് കാണാം. ഈ SMG സംഘടനയുടെ എല്ലാ സുഹൃത്തുക്കളുപരി പ്രേക്ഷകരായിട്ടും ഇവരൊക്കെ നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള സഹപ്രവർത്തകർ പ്രാഥമിക ടീമിന് വേണ്ടിയാണ് പഠിച്ചത്. അങ്ങനെ കണ്ടിട്ടാണ് വാക്ക് ഇങ്ങനെ, അതേപോലെ BBC, അതേപോലെ സോക്കറിനൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കളിച്ചിരുന്ന സമയത്താണ്, സ്കൂൾ സമയത്താണ് നമ്മൾ ഈ അഖിലേന്ത്യയിൽ വരുന്നത്. ആ സമയത്തിന് ആദ്യമായിട്ട് കളിക്കുന്നത് ഇതേപോലത്തെ ഒരു ടീമാണ്. ഇപ്പോൾ ഇന്ത്യൻ ടീം ബ്രസീലിനായിട്ട് കളിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. അത്രയും നൈജീരിയൻസിന്റെ മുന്നിൽ നമ്മൾ ഫസ്റ്റ് ഒരു ഇത് കളിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജയിച്ച പോലെ തന്നെയാണ്. കാരണം അന്ന് അവരവരുടേതായ സ്കോർ ചെയ്ത് ഞങ്ങൾ 6-4 അങ്ങനെ തന്നെയാണ് സ്കോർ. 6-4 നമ്മൾ തോൽക്കുന്നത്. അവർ ഹോം ഗ്രൗണ്ടാണ് ഒന്നും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജയിച്ചതിന് തുല്യമാണ്. കാരണം സൂപ്പർ ടീമിന്റെ ഒരു ആവറേജ് ടീമാണ് അങ്ങോട്ട് പോയിട്ടുള്ളൂ. സംശയം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബാവാക്കയുടെ പ്രസംഗവും അതുപോലെ തന്നെ സുബൈർക്കയുടെ പ്രസംഗം കഴിഞ്ഞതോടെ നമ്മുടെ പരിപാടിക്ക് എത്തിയുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കളിയുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ അഖിലേന്ത്യയിലും മറ്റു ഫുട്ബോളുമായി ബന്ധപ്പെട്ടും നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം, എങ്ങനെ കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ മൊത്തത്തിൽ അവിടെ നടന്നു. അപ്പോൾ ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്ന വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമയത്തെടുത്ത് ഫസ്റ്റ് കളി തോറ്റപ്പോൾ അല്ലാണ്ട് പക്ഷെ ഓലാണ് ചാമ്പ്യൻസ് ആയത്. നമ്മൾ അതിന് 12 കാര്യത്തിൽ ഒരു അടി നമ്മൾ പ്രതീക്ഷിക്കാത്ത ഗോൾ വരെ ഞാൻ മറ്റേ മീനങ്ങാടി കളിച്ചുകൊണ്ടാണ്. ലൈവിനെ കുറിച്ചുള്ള സംസാരങ്ങളോടെ വന്നു. നല്ല റീൽസ് അതുപോലെ തന്നെ നെഗറ്റീവുള്ള കളികൾ ഒഴിവാക്കിയിട്ട് നല്ല പോസിറ്റീവായിട്ടുള്ള വീഡിയോസുകളും ഇതൊക്കെ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും നടന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനും 2 വാക്ക് പറഞ്ഞു. റീൽസിനെ കുറിച്ചും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ നല്ല നല്ല കണ്ടൻറ്റുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യൽ. അപ്പോൾ അതും ഞാനും അതിൽ വിശദീകരിച്ചു. ഇൻസ്റ്റയിൽ പരിശോധിച്ചാൽ മതി. അതുപോലെ ഹൈലൈറ്റ്സ് ചെയ്യാതെ പറഞ്ഞു. നമ്മൾ ആദ്യം ചെയ്തിരുന്ന ഹൈലൈറ്റ്സ് അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചാനലിൽ റീയൂസ്ഡ് കണ്ടന്റ് വരും. അതൊരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ആ ലൈവ് നമ്മൾ 1.5 മണിക്കൂറൊക്കെ ഉണ്ടാകുമല്ലോ ലൈവ്.
അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ 12 മിനിറ്റ് നല്ല ഭാഗമുണ്ട്. അത് നമ്മൾ യൂട്യൂബിൽ രണ്ടാമതിടുമ്പോൾ ഒരു ലൈവ് ഉള്ളത് കൊണ്ട് അതേ കണ്ടന്റ് വീണ്ടും ഇട്ടാൽ റീയൂസിൽ കണ്ടന്റ്. അങ്ങനെ ഞാനിതിൻ്റെ തുടക്കത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ലൈവ് തുടങ്ങിയ സമയത്ത് ഇതിലേക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഈ ഇട്ടിരുന്നു 12 മിനിറ്റ് കട്ടാക്കി ഒന്നും നല്ല നല്ല ഷോട്ടുകൾ. അത് എനിക്ക് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ റീയൂസിൽ കണ്ടന്റ് ചാനലിൻ്റെ മോണിറ്റേഷൻ പോയി. അങ്ങനെ മോണിറ്റേഷൻ പോയപ്പോൾ ഞാൻ രണ്ടാമത് തിരിച്ചെടുക്കാൻ തന്നെ 3 മാസം സമയം. അതിലേക്കുള്ള മറ്റുള്ളത് ഗൂഗിൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യണോ ചിലപ്പോൾ വീഡിയോ എടുക്കണ്ടോ എന്നിട്ട് 2 വീഡിയോ അങ്ങനെ ചെയ്ത് അങ്ങനെ പോയി തിരിച്ച് പരസ്പരം ഇരുന്നുള്ള ഡിസ്കഷൻ കഴിഞ്ഞ ഉടൻ തന്നെ നമ്മളെ മൊമൻറ്റോ നമ്മുടെ മുഖ്യാതിഥിയായി വന്നിട്ടുള്ള നമ്മുടെ അഷ്റഫ് ബാവാക്കാക്കും അതുപോലെ സുബൈർക്കാക്കും കൊടുക്കുന്ന ആ ഒരു വീഡിയോ കാണാം. അതുപോലെ കോട്ടക്കൽ ഉബൈദ് പുത്തൂർ നമ്മുടെ ഈ പരിപാടിക്കായിട്ട് ഗൾഫിൽ നിന്ന് വന്ന ആളാണ് ഉബൈദ് പുത്തൂർ. അതുപോലെ മുസ്തഫാക്ക അങ്ങനെ കുറേ ആളുകൾ പരിപാടിക്കാർ എത്തിയവരുണ്ട്. ഉബൈദ് പുത്തൂരിൻ്റെ ഒരു ഉപഹാരം എനിക്ക് ലൈവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എനിക്ക് തന്നു. ആ ഒരു വീഡിയോ കാണാം. ഒരു ഉപഹാരമായിട്ട് കൊടുക്കുകയാണ്. ഇനി ഉച്ചഭക്ഷണത്തിന് ടൈമായി. അപ്പോൾ എല്ലാവരും ഒന്ന് പുറത്ത് പോയി ഫോട്ടോ വീഡിയോസ് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തു. ഉച്ചഭക്ഷണവും കഴിഞ്ഞാൽ നമ്മളുടെ കൂട്ടായ്മയുടെ SMG കൂട്ടായ്മയുടെ ഒരു ഭാരവാഹികളെ തിരഞ്ഞെടുക്കും. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ച കാര്യങ്ങളും നടക്കും. അതോടെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു SMG കൂട്ടായ്മയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കും. അപ്പോൾ ആ വീഡിയോകളൊക്കെ ഞങ്ങളെ കാണിക്കാനുള്ളത് ഫുഡ് സെക്ഷനിലെ ഭാഗത്തെ വീഡിയോ കാണിക്കാം. അതുപോലെ ഇവിടെയുള്ള നമ്മുടെ പുറത്തുനിന്നുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ ചർച്ചകളൊക്കെ ഒന്ന് നമുക്ക് കാണട്ടോ. അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളെ അവസാനത്തെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അവലോകന യോഗവും കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിപാടി അവസാനിക്കും. അപ്പോൾ അതുവരെയുള്ള വീഡിയോകൾ കാണാം. ആ മേഖലയിൽ നമുക്ക് ഒരുപാട് സഹായങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഓരോരുത്തരായിട്ടുള്ള അതിനുള്ള ഒരു വീതം നമ്മൾ രക്ഷാധികാരിയായി നിൽക്കാനുള്ള ഒരു അഭിപ്രായം ഞാൻ തന്നെ രേഖപ്പെടുത്തുകയാണ്. പിന്നെ പ്രസിഡന്റായിട്ട് സ്ഥാപിച്ച് വൈസ് പ്രസിഡന്റ് മുസ്തഫാക്ക, പിന്നെ ഒരു വൈസ് പ്രസിഡന്റ് വാസുവേട്ടൻ, പിന്നെ ജനറൽ സെക്രട്ടറി അഷ്റഫ് കോട്ടക്കൽ, ജോയിന്റ് സെക്രട്ടറി യൂസുഫ് മമ്പുറം. ഈ ജോയിന്റ് സെക്രട്ടറിയെ ചേർക്കുക, വൈസ് പ്രസിഡന്റുമാരാണ് ഈ ചേർക്കുക. എല്ലാവരും ചേർക്കുക. നിങ്ങൾ സംസാരത്തിൽ വരണം. ഇനി ആരൊക്കെ വേണം. ട്രഷററായിട്ട് ഷാജിനെയാണ്. അപ്പോ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് വിളിച്ചവിടെ എല്ലാവർക്കും പിന്നെ ഇവിടെ എത്താൻ പറ്റിയ പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട പ്രവാസി സുഹൃത്തുക്കളാണ്. അവരാണ് ഇതിലേക്കുള്ള അധിക ഫണ്ട് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അവരെ പ്രത്യേകമായി ഈ വേദിയിലേക്ക് ഞാൻ
ഫസ്റ്റ് ഒരു പരിപാടി നടത്താണ് അത് സൂപ്പറായി പരിപാടി കാര്യങ്ങൾ സാറായി. ഇനി നമുക്ക് ഒരു പരിപാടി കൂടാനുള്ള ഒരു അവസരം ഇനി ഉണ്ടാക്കണം. ഇന്ന് പരിപാടി മൊത്തത്തിൽ ഇപ്പൊ നമ്മൾ ഇതുവരെ വാട്സാപ്പിൽ വലിയൊരു വിജയം. അത് എനിക്ക് പറയാനുള്ളത് ഫസ്റ്റായിട്ട് ഒരു പരിപാടി നടത്തുകയാണ്. അത് വളരെ വിശാലമായിട്ട് നടന്നിട്ടുണ്ട്. ഞാൻ ഒരു ക്ലബിന്റെ ഒരു പ്രസിഡന്റായിട്ട് പിന്നെ ആദ്യം തന്നെ ഇതിന് മുന്നിട്ടിറങ്ങിയ സാജിക്കും അതേപോലെ അസർവാക്കാർക്കും സാധ്യതാക്കാർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. പരിപാടി എന്തായാലും കളറായി. പരിപാടി എന്തായാലും ഉഷാറായി. അതുപോലെ തന്നെ പരിപാടി ഉഷാറായി. ഏതായാലും നമ്മൾ ആദ്യത്തെ പരിപാടി എന്താണ് ഗംഭീരമായി. അടുത്ത പരിപാടി ഉഷാറാക്കി എന്തായാലും എൻ്റെ സംഘാടക സമിതിക്ക് ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്ക് ഒരു വലിയ അഭിനന്ദനം നൽകുന്നു. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിലും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും മുന്നോട്ട് പോകണം. അപ്പോൾ അവരൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഇൻഷാല്ലാ നമുക്ക് ഒരു ഗ്രൂപ്പ് വാരം പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യും. ഇൻഷാല്ലാ അപ്പോൾ നമ്മളെ ഭാവി പ്രവർത്തനങ്ങൾ നമുക്ക് ഉഷാറാക്കണം. അപ്പോൾ എല്ലാവരും സഹകരണം ഉണ്ടായാൽ നമ്മളെല്ലാ പരിപാടികളും നടക്കും. അപ്പോൾ ഈ സമയത്ത് ഇത്ര സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ നമ്മളെ ഭാവാക്ക നന്ദി